ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞവരടുത്ത് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് ഇത് ഒരു മുസ്ലിം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു വെള്ളം അടിച്ചിട്ട് ഒരു മുസ്ലിം ഒരാളുടെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നോമ്പിൻ്റെ കാര്യം പറയുമ്പോൾ അയാളെ ഇതായിട്ടെങ്കിലും ഒരു മുസ്ലിമാണ് പറയണത്, അയാളെ മുഖത്ത് നോക്കി വെള്ളം അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കമൻസ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അയാൾക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും. ഒരുപാട് ഖുർആനൊക്കെ എടുത്ത് പഠിക്കണം. ഖുർആനിൻ്റെ തർജ്ജമയൊക്കെ എടുത്തിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ചില നാട്ടുകാരെന്താ പറയണത് ചേട്ടൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ? എല്ലാവരും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ കൂടെ ഞാൻ മെസ്സേജ് അല്ലേ കാണുന്നത്. നാട്ടുകാരൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഈ മെസ്സേജുകൾ കണ്ടപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു മുസ്ലിങ്ങളാരും അങ്ങനെയൊന്നും ഒരു 5 നേരം നമസ്കരിക്കുന്ന ആള്, ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആൾ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇതൊക്കെ എടുത്തു വെച്ച് തർജ്ജമ പഠിക്കണം. ഖുർആൻ ശരീഫൊക്കെ തർജ്ജമ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും. ഏത് ഭാഷക്കാരാണ്, ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദിയിലുമുണ്ട്, അതേപോലെ മലയാളത്തിലുമുണ്ട്. എല്ലാ ഭാഷയിലും ഖുർആൻ ശരീഫിൻ്റെ തർജ്ജമ ഇറങ്ങിയിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഇങ്ങനെയൊന്നും ആരെയൊന്നും കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. അങ്ങനെ ഒരു മുസ്ലിങ്ങളാരും പറയാൻ പാടില്ല. അങ്ങനെ പറയില്ല, എല്ലാവരും ആരൊന്നും പറയില്ല. ഇങ്ങനെ ചില ആളുകൾ ഉണ്ട്, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞു. പക്ഷേ ഇവർക്കത് സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്. അതുകൊണ്ടായിരിക്കാമല്ലേ സാറിനെ കുറിച്ച് എന്നല്ല, ഇതിപ്പോൾ നമ്മൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളല്ലേ ഞാൻ പറയും. ഞാൻ അനുഭവിച്ചതിൻ്റെ കൂടെ കിടന്ന് നമ്മളെ അങ്ങനെയൊന്നും മാറ്റി ഒരു സാഹോദര്യം ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഒരു ശുദ്ധ മനസ്സുള്ള ആളെന്ന് തന്നെ പറയാം. ആവശ്യമില്ലാത്തേക്ക് നമ്മൾ പറയാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് നല്ലത് കാണുന്നത് നല്ലതെന്ന് പറയാം അല്ലേ? അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടതല്ല. അങ്ങനെയാണ് എല്ലാവരിടത്തുനിന്നും ഞാൻ അനുഭവിക്കുന്നത്. ആർക്കും അങ്ങനെയൊന്നും ഒരിടത്തും ഒരു വെറുപ്പില്ല. ഞാൻ ഇപ്പം RSS ശാഖയിൽ പോയാൽ തന്നെ അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മളെടുത്ത് വരും അല്ലേ? അങ്ങനെ പോകണമെങ്കിൽ അത് BJP-കാർ എന്നെ നോക്കിയിട്ട് അയ്യോ മുസ്ലിം എന്ന് പറഞ്ഞ് മാറ്റിയത്. അവർ പറഞ്ഞ് ആദ്യം പറയും ആഹാരം കഴിച്ചോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കഴിക്കൂ, ഇരിക്കൂ, കാക്ക ഇക്ക എന്ന് വിളിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ കൽബ് നല്ല ഇതായി അല്ലേ? ഓരോരോ കമന്റ്സ് കേൾക്കുമ്പോൾ പറഞ്ഞു പോയതാണ്. അതിലാണ് ഞങ്ങൾക്കിപ്പോൾ വിഷമമായി. കാരണം ഞങ്ങൾ 2 പേരും അത് ഓൾറെഡി വീഡിയോ എടുത്തത്. അതാണ് പറയുന്നത്. ഇത് വ്യക്തമായിട്ട് ഇതിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യണവർ വലിയ പാവമാണ് ചെയ്യണത്. മറ്റുള്ളവരെ പറയുക, പരിഹാസം അടിക്കുക, ചീത്ത വിളിക്കുക, ഇതെല്ലാം ഇസ്ലാമിൽ ഹറാം എന്ന് പറയും. അത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അവന് നരകശിക്ഷ എന്നാണ് പറയുന്നത്. നോമ്പ് സമയമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കമൻസൊക്കെ ഇങ്ങനെ ഇടുമ്പോഴും ഞാൻ എനിക്ക് അതൊക്കെ വലിയ ഭാവങ്ങളാണ്. അടുത്ത ദിവസം തന്നെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നോമ്പ് നാളെ മുതൽ തുടങ്ങും. സുരേഷ് ഗോപി ചേട്ടൻ ഉണ്ടാവും. നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും അവിടെ പോയി നിസ്കരിക്കും. അതിന് ലൊക്കേഷനിൽ പോകണമെങ്കിൽ ഞാൻ അവിടെ ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ന്യൂസ് പേപ്പർ കിട്ടിയാൽ അവിടെ പോയി അങ്ങ് നിസ്കരിക്കും. അവിടെ ഇപ്പോൾ പള്ളി ഇല്ലെങ്കിൽ പള്ളി ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ പള്ളിയിൽ പോകും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കും. എവിടെയാണ് അവിടെ നാളെ തുടങ്ങി തിരക്കല്ലേ? പോണ സമയത്ത് സാർ എനിക്ക് അവധി തന്നു. സാർ പറഞ്ഞു നോമ്പല്ലേ, പോയി നോമ്പൊക്കെ നോക്കി ഇവിടെയൊക്കെ പോകുമ്പോൾ വലിയ ക്ഷീണമാവും. അതുകൊണ്ട് പോയി വീട്ടിൽ പോയി നോമ്പ് മുഴുവനും എടുത്ത് അവനാണ് പറഞ്ഞത്. നാളെ തുടങ്ങിയില്ല. നാളെ മുതൽ നോമ്പ് എനിക്ക് ഇത് തന്നിരിക്കുകയാണ്, ലീവ് തന്നിരിക്കുകയാണ്. പോയി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തരും. തീർച്ചയായിട്ടും ജയിക്കും. എനിക്ക് ഭയങ്കര സപ്പോർട്ടല്ലേ. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും.